അടുത്ത നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, മറ്റേ ബംഗ്ലാദേശിൽ വീണ്ടും യുദ്ധഭൂമി, അവർ വീണ്ടും കലാപത്തിലോട്ട് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട് ജയശങ്കർ, ബംഗ്ലാദേശ് സംഘർഷം ഇടപെടാൻ കേന്ദ്രം. അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നലെ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതായിട്ട് ബംഗ്ലാദേശിൽ വലിയ രൂക്ഷമായിട്ടുള്ള കലാപമായിരുന്നു ഇന്നലെയൊക്കെ നടന്നത്. അപ്പം അതിൽ ഇടപെടാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുമത പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടപെടാൻ ഇന്ത്യ. അപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുമത പുരോഹിതനായ ചിന്മോയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റ് ചെയ്തിരുന്നു. അതും പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടപെടാനായിട്ട് ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. വിഷയത്തിൽ ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയേക്കും. ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയതാണ് ജയശങ്കർ മോദിയെ കണ്ടത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾക്ക് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായിട്ട്, അപ്പം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെല്ലാം നരേന്ദ്രമോദിയെ ധരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അറസ്റ്റിൻ്റെ അന്യായം എന്ന് പറഞ്ഞാൽ ചിന്മോയ് ദാസിനെ ബംഗ്ലാദേശ് ഭരണകൂടം അന്യായമായാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത്. അപ്പോൾ അവാമി ലീഗ് പാർട്ടി ഇന്നലെ എക്സിലൂടെയാണ് പ്രസ്താവന പുറത്തുവിട്ടത്. സംഘർഷങ്ങൾക്കിടയിൽ അഭിഭാഷകൻ കൊലപ്പെട്ടതിനെ ഹസീന അപലപിച്ചു. സംഭവം മനുഷ്യാവകാശ ലംഘനമാണ്. ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്തെ അധികാരം പിടിച്ചെടുത്തവർ പരാജയമാണ്. മതസ്വാതന്ത്ര്യം, ആളുകൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഇന്ത്യയിൽ തുടരുന്ന ഹസീന വ്യക്തമാക്കി. അപ്പം ഇത് ബംഗ്ലാദേശ് ഭരണകൂടം അന്യായമായാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന പറയുന്നത്. പിന്നെ അതിനിടെ ഇസ്കോണിനെ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കാട്ടി ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിക്കെതിരെ ഹൈക്കോടതി തള്ളുകയുണ്ടായി. സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും സ്വമേധയാ ഇടപെടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പം സർക്കാർ അതിനനുയോജ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും സ്വമേധയാ ഇടപെടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ക്രമസമാധാന നില വഷളാകുന്നതിനേക്കാൾ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ചിറ്റാഗോങ്, രാഗ്പൂർ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷങ്ങളിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്കോണിനെ ഉടൻ നിരോധിക്കണമെന്ന് പറയാനാകില്ലെന്നും അറ്റോർണി ജനറലും അറിയിച്ചു. അപ്പം അറസ്റ്റ് അന്യായമാണെന്നാണ് ഹസീന പറയുന്നത്. പിന്നെ ഇസ്കോണിൻ്റെ നിരോധനം കോടതി തള്ളുകയും ചെയ്തു. അപ്പം ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ചു. ബംഗ്ലാദേശിലെ പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബംഗ്ലാദേശ് സർക്കാരിനാണെന്നും എംപിമാരുടെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകി. ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ദൈവങ്ങൾക്കുമെതിരായി ആക്രമണം വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് ഇന്ത്യ അവിടുത്തെ ഇടക്കാല സർക്കാരിന് മുന്നിൽ വിഷയം ഉന്നയിച്ചോ എന്നുമായിരുന്നു ചോദ്യം. ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ വ്യാപകമായ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ധാക്കയിലെ പൂജാമണ്ഡലത്തിന് നേരെയുണ്ടായ ആക്രമണവും സസ്കിരയിലെ ജശോരേശ്വരി കാളിക്ഷേത്രത്തിലെ മോഷണവും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അപ്പം കഴിഞ്ഞിടയ്ക്ക് അവിടെ ബംഗ്ലാദേശിൽ ഒരു അമ്പലവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ അവിടെ കൂടുതൽ അദ്ദേഹം ഒരു ഹിന്ദുമത പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ബംഗ്ലാദേശിൽ കൂടുതൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നടപടിയിൽ ഇന്ത്യ ഇടപെടുമെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.